സർവശക്തിയുമെടുത്ത് രാജേഷ് ആ രൂപത്തിനെ തള്ളിമാറ്റി ഒരലർച്ചയോടെ ചാടി എഴുന്നേറ്റു. കണ്ണുകൾ തുറന്ന് കിതപ്പോടെ ചുറ്റുപാടും നോക്കിയവൻ കിതപ്പോടെ അടുത്തിരുന്ന ജഗിലെ വെള്ളമെടുത്ത് വായിലേക്ക് കമിഴ്ത്തി. അതിലെ വെള്ളം മുഴുവൻ അവൻ കുടിച്ചു തീർത്തു. പരവേശമടങ്ങിയപ്പോൾ അവൻ ജഗ് തിരിച്ചുവെച്ചു. അപ്പോഴാണ് അവൻ നിലത്ത് നടുവിന് കൈ കൊടുത്തിരിക്കുന്ന രാഹുലിനെ കണ്ടത്. രാജേഷിന് ഒന്നും മനസ്സിലായില്ല. എവിടെ ആവണി? ആ രൂപം എവിടെ? രാഹുൽ എങ്ങനെ എത്തി ഇവിടെ? നീ എപ്പോൾ വന്നടാ? നീ എന്താ നിലത്തിരിക്കുന്നേ? ബാക്കിയാരും വന്നില്ലേ? രാഹുൽ ദേഷ്യത്തോടെ അവനെ നോക്കിയതല്ലാതെ മറുപടിയൊന്നും പറഞ്ഞില്ല. നീ എന്താ ഇങ്ങനെ നോക്കുന്നത്? രാഹുൽ പതിയെ നടുവിന് കൈയും കൊടുത്ത് എണീറ്റ് രാജേഷിനരുകിലേക്ക് വന്നു. എന്നിട്ട് ദേഷ്യത്തോടെ അവനോട് പറഞ്ഞു, നിനക്ക് വല്ലാത്ത പനി, വിളിച്ചിട്ട് എണീക്കുന്നില്ലെന്ന് നാരായണേട്ടൻ വിളിച്ചു പറഞ്ഞു. ഹരി എന്നോട് പറഞ്ഞു ഇവിടെ വന്ന് നിന്നെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് ചെല്ലാൻ. അങ്ങനെ വന്നതാ ഞാൻ. അതിന് നീ ഇതിനാ തറയിൽ കിടക്കുന്നത്? ദേ രാജേഷേ, എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കരുത്. അയ്യോ, എന്റെ നടു ഒടിഞ്ഞെന്ന് തോന്നുന്നു. പനിയുണ്ടോന്ന് നോക്കാനായി നിന്റെ അടുത്തേക്ക് വന്നപ്പോൾ നീ വല്ലാതെ കിടന്ന് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഞാൻ നെറ്റിയിലും കഴുത്തിലും കൈവച്ച് നോക്കിയതേയുള്ളൂ. അതിനാ നീ എന്നെ ചവിട്ടിത്തള്ളി താഴെയിട്ടത്. ഇത്രയും ശക്തിക്ക് എന്തിനാടാ നീ എന്നെ തള്ളിയെറിഞ്ഞത്? രാഹുൽ പതിയെ ബെഡിലേക്കിരുന്നു. അത് സ്വപ്നമായിരുന്നോ? ഓ, നീ അപ്പോൾ സ്വപ്നം കണ്ടതാണോ? ആരെ ചവിട്ടിത്തള്ളുന്ന സ്വപ്നമാടാ കണ്ടത്? എന്റെ ദൈവമേ, കഴുത്തു കണ്ടിക്കുന്ന പോലെയോ തലയ്ക്കടിക്കുന്ന പോലെയോ ഒക്കെയുള്ള സ്വപ്നമായിരുന്നെങ്കിൽ ഹോ, ഓർക്കാൻ കൂടി വയ്യ. സോറിടാ. അവന്റെ ഒരു സോറി. എന്നെയൊന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോടാ പുല്ലേ. അയ്യോ എന്റെ നടുവ്. എന്നാലും ഈ സന്ധ്യാസമയത്തൊക്കെ നിന്റെ ഒരു സ്വപ്നം കാണൽ. സത്യത്തിൽ നിനക്ക് പനിയൊന്നുമില്ലായിരുന്നല്ലോ? അതോ ടാബ് വല്ലതും കഴിച്ചോ? എനിക്ക് പനിയൊന്നുമില്ലായിരുന്നു രാഹുൽ. നാരായണേട്ടനോട് കടുപ്പത്തിലൊരു ചായക്ക് പറഞ്ഞിട്ട് ഡ്രസ് ചേഞ്ച് ചെയ്ത് കിടന്നതാ. എപ്പോഴാ ഉറങ്ങിയതെന്നറിയില്ല. ആവണി ചായയും കൊണ്ട് തന്ന് വിളിച്ചപ്പോഴാണ് ഞാൻ ഉണർന്നത്. ഓ, അപ്പോൾ അതാണ് കാര്യം. അവളെയാണോ സ്വപ്നം കണ്ടത്? അതിന് നീ എന്തിനാടാ എന്നെ തള്ളിയിട്ടത്? നാരായണേട്ടൻ ചായ എന്റെ കയ്യിലാ തന്നത്. അവന്റെ ഒരു ആവണിയും ചായയും. അപ്പോൾ ആവണി അവളില്ലേ ഇവിടെ? എന്റെ നെറ്റിയൊക്കെ തടവിക്കൊണ്ടിരുന്നതാ. അപ്പോഴാ ആ ഭീകര രൂപം. നീയൊന്നു വന്നേ. അവന്റെ കോപ്പിലെ സ്വപ്നം, അതും ഈ സന്ധ്യയ്ക്ക്. രാജേഷ് ഡ്രസ്സ് മാറി രാഹുലിനരികിലേക്ക് വന്നു. അവനെ താങ്ങി എണീപ്പിച്ചു. എങ്ങും മുടയാതെ കൊണ്ടുപോണേ. വേദനയ്ക്കിടയിലും അവന്റെ സംസാരം കേട്ടപ്പോൾ രാജേഷിന് ചിരി വന്നു. അവൻ പതിയെ രാഹുലിനെ പുറത്തു കൊണ്ടുപോയി കാറിലിരുത്തി. ഡ്രൈവിംഗ് സീറ്റിൽ രാജേഷും കയറി. കാർ ഹോസ്പിറ്റലിനെ ലക്ഷ്യമാക്കി നീങ്ങി. കുറച്ചുനേരം കഴിഞ്ഞപ്പോൾ രാഹുൽ ചോദിച്ചു, നീ എന്ത് സ്വപ്നമാടാ കണ്ടത്? ഹോ, നീ എന്നെ ഓർമ്മിപ്പിക്കരുതേ. ഒരു വല്ലാത്ത സ്വപ്നം. എപ്പോഴാ ഉറങ്ങിയതെന്ന് പോലും അറിയില്ല എനിക്ക്. ആ പ്രേതരൂപം പിന്നെയും ഞാൻ സ്വപ്നം കണ്ടു. അവനും അവന്റെ ഒരു പ്രേതവും. ഈ നൂറ്റാണ്ടിലും ഇതൊക്കെ വിശ്വസിക്കാൻ കുറെ മണ്ടന്മാരും. സത്യത്തിൽ നിങ്ങളൊക്കെ ഈ ജോബിന് പറ്റിയവരല്ല. ഗോസ്റ്റ് ഹണ്ടിങ്, അതാണ് നിങ്ങൾക്ക് പറ്റിയ ജോബ്. ഹരിയുടെ കാര്യം തന്നെ കണ്ടില്ലേ? എങ്ങനെയാ ഇതൊക്കെ വിശ്വസിക്കുന്നതെന്നാണ് എനിക്കറിയാത്തത്. അച്ഛനെ കാണാൻ പോകുന്നു, പ്രേതത്തെ നേരിട്ട് കാണുന്നു, എന്തൊക്കെയാണോ. രാഹുൽ, നീയും കണ്ടതല്ലേ അന്ന് രാത്രി? ഒന്ന് പോയേടാ. അതെന്നാരോ നടന്നു പോയതല്ലേ. പിന്നെ നിങ്ങളൊക്കെ പറഞ്ഞ് വിശ്വസിച്ചതുകൊണ്ട് ഞാനും തിരുത്താൻ വരാതിരുന്നതാ. അല്ല പിന്നെ, ശ്മശാനത്തിലൊക്കെ എത്ര തവണ പോയേക്കുന്നു. എത്രയെണ്ണം കുഴിമാന്തി നോക്കിയിരിക്കുന്നു. അന്നൊന്നുമില്ലാത്തൊരു പ്രേതവും ഭൂതവും. അവൻ പുച്ഛത്തോടെ രാജേഷിനെ നോക്കി. രാജേഷ് പിന്നെയൊന്നും മിണ്ടിയില്ല. ഓഫീസ് റൂമിൽ കോളേജിൽ പോയപ്പോൾ എടുത്തുകൊണ്ടുവന്ന കോളേജ് ഡേയുടെ ഫോട്ടോസ് പരിശോധിക്കുകയായിരുന്നു ഹരി. അപ്പോഴാണ് മേശമേലിരുന്നൊരു കവർ അവൻ കണ്ടത്. അവൻ ഫോട്ടോസ് വെച്ചിട്ട് ആ കവർ എടുത്തു. അതിനുള്ളിൽ ഒരു ഡയറി ആയിരുന്നു. ഹരി ആ ഡയറിയുടെ പേജ് മറിച്ചു. ആദിത്യൻ. അതിന്റെ ഫസ്റ്റ് പേജിൽ മനോഹരമായി കൈപ്പടയിൽ എഴുതിവെച്ചിരിക്കുന്നു. അവനെ കാണാൻ വന്നിരുന്ന ആദിത്യന്റെ അച്ഛനെയും അമ്മയെയും ഹരിക്ക് ഓർമ്മ വന്നു. അവർ അന്ന് തന്റെ കയ്യിൽ തന്നതാണ് ഈ ഡയറി. ഷോ, എന്തൊരു മറവിയായിപ്പോയി ആദിത്യന്റെ ഡയറി. ഇതിൽ നിന്ന് എന്തൊക്കെ വിവരങ്ങൾ കിട്ടുമായിരുന്നു. ഛേ, അവൻ സ്വയം പഴിച്ചു. പിന്നെ ഡയറിയുടെ അടുത്ത പേജ് മറിച്ചു. എന്റെ റോസ്, എനിക്കായി ദൈവം സൃഷ്ടിച്ചവൾ. കണ്ടുമുട്ടിയിട്ട് ഇതുവരെ എനിക്ക് അവളോടൊന്നും പറയാനായില്ലല്ലോ. ദേവുവിനോടോ അലീനയോടോ പറഞ്ഞാലോ അവർ കളിയാക്കുമോ? ഹരി അടുത്ത പേജ് മറിച്ചു. റോസ്, ഇന്നെന്റെ അരികിൽ നിന്നപ്പോൾ എന്റെ ഹൃദയമിടിപ്പ് വല്ലാതെ കൂടി. ആ കണ്ണുകളുടെ വശ്യത എന്നെ അവളിലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അറിയുന്നുവോ റോസ്, നിന്നെ ഓർത്ത് എന്റെ നെഞ്ചു പിടയ്ക്കുന്നത്. ഹരി ആകാംക്ഷയോടെ പേജുകൾ മറിച്ചു. എല്ലാത്തിലും റോസിന്റെ വർണ്ണനകളായിരുന്നു.
എന്റെ ജീവിതത്തിൽ മറക്കാനാകാത്ത നിമിഷം, റോസിനോട് എന്റെ പ്രണയം തുറന്നു പറഞ്ഞ ദിവസം. അവളുടെ കണ്ണുകളിലും എനിക്ക് കാണാൻ കഴിഞ്ഞു ആ പ്രണയം. പക്ഷേ അവൾ പിന്നീട് പറഞ്ഞത് അവളൊരു അനാഥയാണെന്നല്ലേ. സത്യം പറഞ്ഞാൽ അത് കേട്ടപ്പോൾ എനിക്ക് സന്തോഷം തോന്നുകയാ ചെയ്തത്. അവൾക്ക് വേറൊരു അവകാശിയില്ലല്ലോ എന്നോർത്ത്. അമ്മയോട് പറയണം, അമ്മയ്ക്കൊരു മരുമകളെ കണ്ടെത്തിയിട്ടുണ്ടെന്ന്. ഒരു അനാഥയായ ക്രിസ്ത്യാനി പെണ്ണിനെ എന്റെ വീട്ടുകാർ സ്വീകരിക്കുമോ എന്നല്ലേ നീ ചോദിച്ചത്? എന്റെ ഇഷ്ടങ്ങൾക്ക് മുകളിൽ എന്റെ അമ്മയ്ക്കും അച്ഛനും വേറൊരു ഇഷ്ടമില്ല. എന്റെ പെണ്ണെ, ഏതായാലും അവരോടൊന്നും പറയണ്ട. അവരുടെ പോക്കിൽ എന്തോ ഒരു പ്രശ്നമുള്ളതായി തോന്നുന്നു. എന്നെ ഒളിച്ച് എവിടെയാകും അവരൊരിടയ്ക്ക് മുങ്ങുന്നത്? റോസിന്റെ കാര്യം രഹസ്യമായിരിക്കട്ടെ. ഇപ്പോൾ ഏതായാലും പറയണ്ട. അടുത്ത പേജ് മറയ്ക്കാൻ ഒരുങ്ങിയപ്പോൾ മുജീബ് റൂമിലേക്ക് വന്നു. ഹരി. മുജീബിന്റെ വിളി കേട്ട് ഹരി തിരിഞ്ഞു നോക്കി. മാധവിന്റെ ഫോൺ ഡീറ്റെയിൽസ് എടുത്തു. ഹരി, ഇതിലും പുറത്തേക്ക് പോയിട്ടുള്ള കോൾസ് ഉണ്ട്. അതെല്ലാം യുഎസിലേക്കാണ് പോയിരിക്കുന്നത്. ചില നമ്പർ സെയിം പ്രഭാകരന്റെ ഫോണിലുണ്ടായിരുന്ന നമ്പേഴ്സ് ആണ്. പ്രഭാകരന്റെ ഫോണിൽ മാധവിന്റെയോ മാധവിന്റെ ഫോണിൽ പ്രഭാകരന്റെയോ നമ്പർ ഉണ്ടോന്ന് ചെക്ക് ചെയ്തോ മുജീബ്? യെസ് ഹരി, മാധവിന്റെ ഫോണിലുണ്ട്. പക്ഷെ പേര് സേവ് ചെയ്തിരിക്കുന്നത് വേറെ പേരിലാണ്. ഇവരെല്ലാവരും തമ്മിൽ ബന്ധമുണ്ടെന്ന നമ്മുടെ തോന്നൽ കറക്റ്റ് ആണല്ലേ? അതെ ഹരി. ദേവയാനിക്ക് ബോധം വന്നാൽ മാത്രമേ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് നമുക്കറിയാൻ കഴിയൂ. കൂടെ മറ്റു ചിലതും. ഹരി മേശമേലിരുന്ന ഡയറി കയ്യിലെടുത്തു. പോകാം മുജീബ്. രാജേഷിന് പനിയാണെന്നല്ലേ പറഞ്ഞത്? രാഹുൽ പോയിട്ട് വിളിച്ചില്ലല്ലോ. രാഹുൽ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് ഹരി. അതെന്തു പറ്റി? ഒന്നും പറയണ്ടാന്ന്. രാജേഷ് സ്വപ്നം കണ്ടെന്നോ ചവിട്ടി തള്ളിയിട്ടെന്നൊക്കെ പറയുന്നു. ഹോസ്പിറ്റലിൽ ചെന്നാലേ അറിയാൻ കഴിയൂ. ശരി വാ. ഹരിയും മുജീബും പാർക്ക് ചെയ്തിരുന്ന കാറിന്റെ നേർക്ക് നടന്നു. എക്സ്ക്യൂസ് മീ മിസ്റ്റർ ഹരി. ഹരി തിരിഞ്ഞു നോക്കി. ഒരു ഫ്രീക്ക് ലുക്കിൽ ഒരാൾ. ഹരി തിരിഞ്ഞ് അയാൾക്കരികിലേക്ക് ചെന്നു. അയാളുടെ കണ്ണുകൾക്ക് വല്ലാത്തൊരു തീക്ഷ്ണതയുള്ള പോലെ. ആ ഇരുട്ടിലും അയാളുടെ കണ്ണുകൾ പ്രകാശിക്കുന്നതുപോലെ ഹരിക്ക് തോന്നി. മറ്റൊരു കാഴ്ച കണ്ട് ഹരിയൊന്നു ഞെട്ടി. അയാൾക്കു പിന്നിൽ കനൽ പോലെ ജ്വലിക്കുന്ന കണ്ണുകളുമായി ആ കറുത്ത രൂപവും. അതിന്റെ കൈകൾ ആ മനുഷ്യന്റെ കഴുത്തിന് നേർക്ക് വരുന്നത് ഹരി കണ്ടു. ഹരിയുടെ ശരീരത്തിലൊരു വിറയൽ പാഞ്ഞുപോയി. അയാൾ ഇതൊന്നും അറിയാതെ ഹരിയെ നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. ഹരിക്ക് പറയണമെന്നുണ്ടായിരുന്നെങ്കിലും അവന്റെ നാവ് ചലിക്കുന്നുണ്ടായിരുന്നില്ല. ആ രൂപത്തിന്റെ കൈകൾ ആ മനുഷ്യന്റെ കഴുത്തിൽ സ്പർശിച്ച നിമിഷം തന്നെ പിന്നിലേക്ക് തെറിച്ചു പോകുന്നത് ഹരി കണ്ടു. പിന്നെ ഒരു പുക പോലെ ആ രൂപം വായുവിലേക്ക് അലിഞ്ഞില്ലാതെയായി. ഹരി സ്തബ്ധനായി അത് നോക്കി നിൽക്കുകയായിരുന്നു. അയാൾ ഒരു പുഞ്ചിരിയോടെ ഹരിയുടെ അടുത്തേക്ക് വന്നു. എന്താ ഹരി, താൻ ഭയന്നോ? പുതുമന വീട്ടിൽ നാരായണക്കുറുപ്പിന്റെ ചെറുമകന് എന്തിനാ പ്രേതത്തെ പേടി? അയാൾ ചിരിയോടെ തന്നെ ചോദിച്ചു. ഹരി അയാളെ നോക്കുകയായിരുന്നു. എവിടെയോ കണ്ടിട്ടുണ്ട്, പക്ഷേ ഞാൻ ആരാണെന്ന് ഓർക്കുകയാകും അല്ലേ? ഓർമ്മകളിൽ എവിടെയെങ്കിലും ഈ മുഖമുണ്ടോ? എനിക്ക് പരിചയം തോന്നുന്നു. പക്ഷേ ഒരു ക്രൈംബ്രാഞ്ച് ഓഫീസർക്ക് മറവി നല്ലതല്ല കേട്ടോ ഹരിക്കുട്ട. ഏയ്, ജേസൺ അച്ചായൻ. അപ്പോൾ മറന്നിട്ടില്ല. എന്നെ ഹരിക്കുട്ടാന്ന് വിളിക്കുന്നത് ജേസൺ അച്ചായനല്ലേ? ഇതെവിടെയായിരുന്നു? ഒരു വിവരവുമില്ലായിരുന്നല്ലോ. അതൊക്കെ പറയാലോ. എനിക്കൊന്ന് റെസ്റ്റ് എടുക്കണം. നല്ലൊരു യാത്ര കഴിഞ്ഞു വന്നതാണ്. അച്ചായൻ വാ. എന്തുപറ്റി ഇപ്പോൾ ഈ വരവ്? കാറിലേക്ക് കയറുന്നതിനിടയിൽ ഹരി ചോദിച്ചു. നിനക്കൊരു ഹെൽപ്പ് വേണം. ഇവിടെ വരെയൊന്ന് വരാൻ പറ്റുമോന്ന് ഡേവിഡ്സൺ അച്ഛൻ വിളിച്ചപ്പോൾ ചോദിച്ചു. സംഗതി എന്റെ കാറ്റഗറി ആയതുകൊണ്ട് ഒന്നും നോക്കിയില്ല. അപ്പോഴേ വെച്ചുപിടിച്ചു. അപ്പോൾ ഇപ്പോഴും ആ പണിയൊന്നും കളഞ്ഞിട്ടില്ല അല്ലേ? ഹരി ചിരിയോടെ ചോദിച്ചു. അല്ല സാറന്മാരെ, ഇവിടെ ഈ പിൻസീറ്റിൽ ഒരാൾ കൂടിയുണ്ടെന്ന കാര്യം നിങ്ങൾ മറന്നുപോയോ? സീറ്റിൽ മുന്നോട്ട് ആഞ്ഞിരുന്നുകൊണ്ട് മുജീബ് ചോദിച്ചു. അച്ചായോ, പരിചയപ്പെടുത്തിയില്ലല്ലോ. ഇത് മുജീബ്, എന്റെ ടീം മെമ്പറാണ്. ഞങ്ങൾ 4 പേരുണ്ട്. എല്ലായ്പ്പോഴും 4 പേരെയും ഒരുമിച്ചാണ് പോസ്റ്റ് ചെയ്യാറുള്ളത്. അതിന്ന് മാറ്റാൻ വേണ്ടി നിങ്ങൾ അന്വേഷിക്കുന്ന കേസുകളൊന്നും തോൽക്കാറില്ലല്ലോ, ജേസൺ ചിരിയോടെ പറഞ്ഞു. അപ്പോൾ മുജീബ് പറഞ്ഞു വന്നത്, ഹരിയും ഞാനും പരിചയക്കാരാണ്. അതൊരു വെറും പരിചയമല്ല. മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിക്കാനായി ഇവന്റെ മുത്തച്ഛൻ നാരായണക്കുറുപ്പിന്റെ അടുത്ത് ചെന്നത് മുതലുള്ള പരിചയം. അല്ല മാഷേ, ഒരു ഡൗട്ട്. ഈ ക്രിസ്ത്യാനി എന്തിനാ മന്ത്രവും തന്ത്രവും ഒക്കെ പഠിക്കുന്നേ? അതെന്നാ പറച്ചിലാടാവുവേ. ക്രിസ്ത്യാനികൾ മന്ത്രം പഠിച്ചാൽ ഒക്കുകയല്ലേ? അതല്ല അച്ചായോ, ഈ ലുക്കും മന്ത്രവും ഒന്നും അങ്ങോട്ട് ചേരുന്നില്ല. ഈ ലുക്കിന് എന്നാടാ ഒരു കുഴപ്പം? നിങ്ങളെക്കാളും ഒക്കെ ചെറുപ്പമല്ലയായോ? ഹോ, പിന്നെ വയസ്സ് 60 കഴിഞ്ഞില്ലേ അച്ചായോ? ഹരി ചിരിയോടെ ചോദിച്ചു. 60? എനിക്കോ? കഴിഞ്ഞ മാസം 38ാമത്തെ വയസ്സായിരുന്നു. 10 കൊല്ലം മുന്നേ കണ്ടപ്പോഴും ഇതുതന്നെയാണല്ലോ അച്ചായ പറഞ്ഞത്. ഡാ വേണ്ട,
വയസ്സിൽ തൊട്ട് കളി വേണ്ട? ഓ വേണ്ട, നിർത്തി. എന്താ അച്ചായനിപ്പോൾ ജോലി? മുജീബിന്റെ ചോദ്യത്തിന് ഹരിയാണ് മറുപടി പറഞ്ഞത്. പേരുകേട്ട സൈക്കാട്രിസ്റ്റാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. പുള്ളിക്ക് പ്രേതത്തെ പിടിക്കുന്നതാ ഇഷ്ടം. ഗോസ്റ്റ് റിസർച്ചാണ് അച്ചായന്റെ ഇപ്പോഴത്തെ ജോലി. സത്യം പറയാ അച്ചായ, ഈ പ്രേതമൊക്കെ ഉള്ളതാണോ? അതെന്താ മുജീബെ അങ്ങനെ ചോദിച്ചത്? മനുഷ്യൻ എന്നത് സത്യം തന്നെയല്ലേ? അതെ, നീ അല്ലാഹുവിൽ വിശ്വസിക്കുന്നവനല്ലേ? അങ്ങനൊരു ശക്തിയുണ്ട്. അതൊരു പോസിറ്റീവ് എനർജിയാണെന്ന് നിനക്ക് ബോധ്യമില്ലയോ? അതുണ്ട്. ഒരു പോസിറ്റീവ് എനർജി ഉണ്ടെങ്കിൽ ഒരു നെഗറ്റീവ് എനർജി ഉണ്ടാകും. ഏതൊന്നിനും പോസിറ്റീവ് സൈഡും നെഗറ്റീവ് സൈഡും ഉള്ളതുപോലെ നെഗറ്റീവ് എനർജിയുമുണ്ട്. അത് നമ്മുടെ ചുറ്റും എപ്പോഴും ഉണ്ട്. അതിൽ ചിലതിന് ചില ശക്തികളും ഉണ്ടാകാറുണ്ട്. ശരി ശരി, അതവിടെ നിൽക്കട്ടെ. ഹരി, എന്തായി നിന്റെ കല്യാണക്കാര്യമൊക്കെ? ദേവയാനി എന്നാ പറയുന്നു? അവളുടെ പഠിത്തമൊക്കെ കഴിഞ്ഞില്ലേ? അതോ കല്യാണം കഴിഞ്ഞോ? ഹരിയൊന്നും മിണ്ടിയില്ല. അപ്പോഴേക്കും ഹരി പാർക്കിംഗ് ഏരിയയിൽ കാർ നിർത്തി. അച്ചായൻ വാ. ഹരി സീറ്റ് ബെൽറ്റ് ഊരിക്കൊണ്ട് പറഞ്ഞു. നിന്റെ മുഖം കണ്ടിട്ട് എന്തൊക്കെയോ പ്രശ്നമുണ്ടെന്ന് തോന്നുന്നല്ലോ ഹരി. അച്ചായൻ വാ, പറയാം. ഹരി കാറിൽ നിന്നിറങ്ങി. പിന്നാലെ മുജീബും ജേസണും ഇറങ്ങി. ഹരി മുന്നോട്ട് നടന്നു. കൂടെ അവരും. 3rd ഫ്ലോറിലെ 3ാമത്തെ റൂമിന്റെ ഡോറിൽ ഹരി തട്ടി. ഡോർ തുറന്ന് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു. ആ ഹരി, വരൂ. അവർ അകത്തേക്ക് മാറി. ഹരിക്കൊപ്പം മറ്റുള്ളവരും റൂമിലേക്ക് കയറി. ബെഡിൽ കണ്ണുകളടച്ചു കിടക്കുകയാണ് ദേവയാനി. ഡോക്ടർ ഇപ്പോൾ വന്നിട്ട് പോയതേയുള്ളൂ. ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെന്ന് പറഞ്ഞു. നീ വരുവാണെങ്കിൽ ഡോക്ടറെ ഒന്ന് കാണാൻ പറഞ്ഞു. ഞാൻ ഡോക്ടറെ ഒന്ന് കാണട്ടെ. ശരി മോനെ. മൂവരും പുറത്തേക്കിറങ്ങി. ഹരി, എന്തു പറ്റിയടാ അവൾക്ക്? അവൾ വെറുതെ കണ്ണുകളടച്ചു കിടക്കുകയായിരുന്നല്ലോ. ഡോക്ടറിനെ ഒന്ന് കാണട്ടെ അച്ചായ, എന്നിട്ട് പറയാം. എക്സ്ക്യൂസ് മീ ഡോക്ടർ. യെസ്. ആ ഹരി, ഞാൻ തന്നെ വിളിക്കുവാനിരിക്കുകയായിരുന്നു. എന്താ ഡോക്ടർ? ഇരിക്കൂ. 3 പേരും ഇരുന്നു. ഡോക്ടർ ഒരു ഫയൽ എടുത്ത് ഹരിയുടെ നേർക്കു നീട്ടി. അവനത് വാങ്ങി തുറന്നു നോക്കി. എന്റെ സംശയം ശരിയായിരുന്നില്ലേ ഡോക്ടർ? യെസ് ഹരി, ഷീ ഈസ് എ ഡ്രഗ് അഡിക്റ്റ്. മാത്രമല്ല വളരെ വയലന്റ് ആകുവാൻ വരെ സാധ്യതയുണ്ട്. എത്രയും വേഗം നല്ലൊരു സൈക്കാട്രിസ്റ്റിനെ കാണിക്കണം. പിന്നെ ഹരി, ഒന്നുകൂടെയുണ്ട്. എന്താണ് ഡോക്ടർ? ദേവയാനി പ്രഗ്നന്റ് ആണ്, 2 മാസം. ഹരിക്കത് കേട്ടിട്ടും ഒരു മാറ്റവും ഉണ്ടാകാത്തത് ഡോക്ടറിനെ പോലെ മുജീബിനും ജെയ്സണിനും അമ്പരപ്പുണ്ടാക്കി. ഹരി, മുജീബ് വിളിച്ചു. അവനെയൊന്ന് നോക്കി ഹരി ഡോക്ടറുടെ നേർക്കു തിരിഞ്ഞു. ശരി ഡോക്ടർ, താങ്ക്സ്. അവൻ എഴുന്നേറ്റുകൊണ്ട് പറഞ്ഞു. അവർ റൂമിന് പുറത്തേക്കിറങ്ങി. ഹരി, എന്തൊക്കെയാണിത്? ദേവു എങ്ങനെ? നിനക്കറിയാമായിരുന്നോ? ഹരി മുന്നോട്ട് നടന്നു. മറ്റൊരു റൂമിന്റെ വാതിൽ തുറന്ന് അകത്തേക്ക് കയറി. ആ വന്നോ? രാഹുലിന്റെ അരികിൽ ഇരിക്കുകയായിരുന്ന രാജേഷ് എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ചെന്നു. ഹരി കയ്യിലിരുന്ന ഫയൽ രാജേഷിനെ ഏൽപ്പിച്ചു. രാഹുൽ കൂടെ വന്ന ജേസണിനെ നോക്കുവായിരുന്നു. ഏതാടാ ഈ അവതാരം? അവൻ പതിയെ മുജീബിനോട് ചോദിച്ചു. മുജീബ് കൈയെടുത്ത് വെയിറ്റ് ചെയ്യാൻ ആംഗ്യം കാണിച്ചു. ഹരി, ഞാൻ ചോദിച്ചതിന് നീ ഒന്നും പറഞ്ഞില്ലല്ലോ. അച്ചായ, അവൾ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ അറിഞ്ഞിട്ട് കുറച്ചായി. വിവാഹം ആലോചിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷെ അവളുടെ ആറ്റിറ്റ്യൂഡുമായി എനിക്ക് പറ്റില്ലെന്ന് മനസ്സിലായതോടെ വിവാഹത്തോട് താല്പര്യമില്ലെന്ന് ഞാൻ പറഞ്ഞു. അവൾക്കും താല്പര്യമില്ലായിരുന്നു. അച്ഛന്റെ ഫ്രണ്ടിന്റെ മകളായതുകൊണ്ടാണ് ആദ്യമേ അങ്ങനെയൊരു സംസാരമുണ്ടായതും വിവാഹാലോചനയിൽ നിന്നതും. ഡ്രഗ് അവൾക്ക് എവിടെ നിന്ന് കിട്ടുന്നു എന്നതായി എന്റെ അന്വേഷണം. 2-3 ദിവസമൊക്കെ ഓരോ കാര്യങ്ങൾ പറഞ്ഞ് അവൾ വീട്ടിൽ നിന്ന് പോകുമായിരുന്നു. ഞാൻ അവളുടെ നീക്കങ്ങൾ നിരീക്ഷിക്കാൻ തുടങ്ങി. അതിനിടയ്ക്കാണ് ഇവിടെ നിന്നും ഒരു കേസിന്റെ ഭാഗമായിട്ട് ഡൽഹിയിൽ പോകേണ്ടി വന്നത്. ഈ കാര്യങ്ങളൊന്നും ഞാൻ ആരോടും പറഞ്ഞിരുന്നില്ല. 4-5 മാസം കഴിഞ്ഞാണ് അവിടുന്ന് വരാൻ പറ്റിയത്. അപ്പോഴാണ് ആദിത്യൻ കേസ് അന്വേഷണത്തിനായി കോടതി ഉത്തരവിട്ടതും അതിന്റെ ചുമതല ഞങ്ങൾക്കായതും. അതും ഇതും തമ്മിൽ എന്താണ് ബന്ധം ഹരി? ബന്ധമുണ്ടച്ചായ. ആദിത്യന്റെ തിരോധാനം ഒരു നിസ്സാര കേസല്ല. ആദിത്യനുൾപ്പെടെ 5 പേരെയാണ് ഒരേ കാലയളവിൽ കാണാതായത്. കൂടാതെ കാണാതായവരൊക്കെ തന്നെയും വെറും പാവപ്പെട്ട വീട്ടിലെ കുട്ടികളാണ്. കേസിനും വഴക്കിനും ഒന്നും പോകാൻ പറ്റാത്തവർ. അവരുടെ കംപ്ലയിന്റ്സ് എല്ലാം ഒരു ചെറിയ അന്വേഷണത്തോടു കൂടി തുമ്പില്ലാതെ അവസാനിക്കും, അല്ലെങ്കിൽ അവസാനിപ്പിക്കും. ഇവിടെ ഈ കോളേജിൽ നിന്ന് ഓരോ വർഷവും കുട്ടികളെ കാണാതെ പോകുന്നുണ്ട്. പക്ഷെ അതൊന്നും പുറത്തു വരുന്നതേയില്ല. അവരെവിടേക്കാണ് പോകുന്നതെന്ന് ഒരു തുമ്പുമില്ല. വളരെ ദുരൂഹത നിറഞ്ഞ കേസാണിത്. അവരെങ്ങോട്ട് പോയെന്നോ എന്തു സംഭവിച്ചെന്നോ ഇപ്പോഴും അജ്ഞാതമാണ്. ദേവുവിന്റെ ഫ്രണ്ടാണ് കാണാതായ ആദിത്യൻ. അതുകൊണ്ടാണ് ഈ കേസുമായി ബന്ധമുണ്ടെന്ന് പറഞ്ഞത്. പക്ഷെ അച്ചായ, വേറൊരു പ്രശ്നമുള്ളതിപ്പോൾ. ഏതോ ഒരു അജ്ഞാത ശക്തി. അതെന്താണെന്നറിയണം. അതിനാണ് ഞാൻ ഫാദറിനെ കാണാൻ പോയത്.
ജേസൺ എന്തോ പറയാനായി വന്നപ്പോഴാണ് ഭിത്തിയിലിരിക്കുന്ന അസാധാരണമായ വലിപ്പമുള്ള ആ പല്ലിയെ കണ്ടത്. അതിന്റെ കണ്ണുകൾ ചുവന്നു തിളങ്ങുന്നുണ്ടായിരുന്നു. അത് പതിയെ നാവ് പുറത്തേക്ക് നീട്ടി. ആ നാവിന്റെ തുമ്പിലൂടെ രക്തം ഇറ്റ് താഴേക്ക് വീണു. ജേസന്റെ കണ്ണുകളൊന്ന് ചുരുങ്ങി. അപകടം, എന്തോ ഒരു അപകടം. അയാൾ പെട്ടെന്ന് കണ്ണുകൾ പൂട്ടി കഴുത്തിലെ കൊന്തയിൽ മുറുകെ പിടിച്ചു. കണ്ണുകൾക്കുള്ളിൽ തെളിഞ്ഞ കാഴ്ച അയാളെ ഞെട്ടിച്ചു. ജേസൺ പെട്ടെന്ന് കണ്ണുകൾ തുറന്നു. അപ്പോൾ പുറത്ത് ഡോറിൽ ശക്തിയായി ആരോ മുട്ടുന്നുണ്ടായിരുന്നു. രാജേഷ് ഡോർ തുറന്നു. പുറത്ത് ഒരു നഴ്സ്. അവർ വല്ലാതെ ഭയന്നു വിറയ്ക്കുന്നുണ്ടായിരുന്നു. എന്താ, എന്തു പറ്റി? അവിടെ അവിടെ അവർ മുന്നോട്ട് ചൂണ്ടിക്കാണിച്ചു. ഹരി, ദേവയാനി അപകടത്തിലാണ്, ജേസൺ പറഞ്ഞു. പെട്ടെന്ന് വാ. ദേവയാനിയെ അഡ്മിറ്റ് ചെയ്തിരുന്ന റൂമിന് നേർക്കാണ് അവർ വിരൽ ചൂണ്ടിയത്. രാജേഷ് പെട്ടെന്ന് അങ്ങോട്ടേക്ക് ഓടി. അപ്പോഴേക്കും മറ്റുള്ളവരും പിന്നാലെ എത്തിയിരുന്നു. റൂമിന്റെ ഡോർ വലിച്ചു തുറന്ന് അകത്തേക്ക് കയറിയ എല്ലാവരും വിറങ്ങലിച്ചു നിന്നു ആ കാഴ്ച കണ്ട്. ഓ ഗോഡ്! ജേസൺ ആ കാഴ്ച കാണാനാകാതെ പുറത്തേക്കിറങ്ങി. ബെഡിൽ തലകീഴായി മരിച്ചു കിടക്കുകയാണ് ദേവയാനി. അവളുടെ കണ്ണുകളൊക്കെ ചൂഴ്ന്നെടുത്തതുപോലെ പുറത്തു വന്നിട്ടുണ്ട്. കഴുത്തിൽ ഒരു വലിയ ദ്വാരം. അതിലൂടെ ബ്ലഡ് ഒലിച്ചിറങ്ങി തറയിലൂടെ ഒരു നീർച്ചാല് പോലെ ഒഴുകുന്നുണ്ടായിരുന്നു. വാട്ട് ഇസ് ദിസ് ഹരി? ഒരാൾ കൊല്ലപ്പെട്ടപ്പോഴേ ഞാൻ പറഞ്ഞതാണ് ഇനിയൊരു മരണം ഉണ്ടാകാതെ നോക്കണമെന്ന്. ഇതിപ്പോൾ 3 പേരാണ് കൊല്ലപ്പെട്ടത്, അതും ഈ കേസിൽ ഉൾപ്പെട്ടവരും. എന്ത് എക്സ്പ്ലനേഷനാണ് തരാനുള്ളത് ഹരിക്ക്? ഈ കേസ് നിങ്ങളിൽ ഭദ്രമാണെന്ന എന്റെ വിശ്വാസമാണ് നിങ്ങളെ ഈ കേസ് ഏൽപ്പിച്ചത്. എന്നിട്ട് ഇതുവരെ ഒരു തെളിവ് പോലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. മാത്യു സാറിന്റെ ചോദ്യങ്ങൾക്ക് മുൻപിൽ ഉത്തരമില്ലാതെ അവർ നിന്നു. ഇതുവരെ തനിക്ക് തോൽവിയുണ്ടായിട്ടില്ല. പക്ഷേ ഹരി, നിങ്ങൾക്ക് ഞാൻ 2 വീക്സ് കൂടെ ടൈം തരും. ഈ കൊലപാതകങ്ങളുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തിയേ മതിയാകൂ. എത്രയും വേഗം റിപ്പോർട്ട് എന്റെ മുന്നിൽ ഹാജരാക്കണം. സർ, ഹരി എന്തോ പറയാനായി വന്നതിനെ മാത്യു കൈയെടുത്തു വിലക്കി. യു മേ ഗോ നൗ. അയാൾ മുന്നിലെ ഫയലിലേക്ക് മുഖം താഴ്ത്തി. ഹരി പുറത്തേക്കിറങ്ങി. ദേഷ്യത്തോടെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ച് ഹരി വരുന്നത് കണ്ട് രാജേഷ് അടുത്തേക്ക് ചെന്നു. എന്താടാ, എന്തു പറ്റി? എന്ത് പറ്റാൻ? അയാൾ കുറെ ഫയർ ചെയ്തു. 2 ആഴ്ചക്കകം റിപ്പോർട്ട് നൽകണമെന്ന്. കൊലപാതകങ്ങൾക്ക് പിന്നിൽ ആത്മാവാണ്, പ്രേതമാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇതുവരെ നമുക്ക് ഒരു വഴിയും തെളിഞ്ഞു കിട്ടിയിട്ടില്ല. 2 ആളും നടന്ന് കാറിനരുകിലെത്തി. ഡോർ തുറന്ന് അകത്തേക്ക് കയറി. രാജേഷ് വണ്ടി മുന്നോട്ടെടുത്തു. പെട്ടെന്ന് ഡാഷ്ബോർഡിലിരുന്ന കവർ ഹരിയുടെ മടിയിലേക്ക് വീണു. അവനതെടുത്തു നോക്കി. ആദിത്യന്റെ ഡയറി. അതെടുത്ത് കാറിൽ വെച്ച കാര്യം അപ്പോഴാണ് ഹരി ഓർത്തത്. ഹരി ഡയറി തുറന്നു. ഇന്ന് അലീനയുടെ വീട്ടിൽ പോയി. അലീനയുടെ പപ്പ US നിന്നും വന്നതിന്റെ ട്രീറ്റായിരുന്നു. US നിന്നും വരുന്നതിന്റെ ട്രീറ്റായിരുന്നു. മാധവും അലക്സും ഫൈസിയും ദേവും ഒക്കെ എന്തായിരുന്നു അവിടെ? പപ്പ വന്നതിന്റെ ട്രീറ്റാണെന്ന് പറഞ്ഞെങ്കിലും എന്തോ ഒരു പന്തികേട് പോലെ തോന്നി എനിക്ക്. ആ വീട്ടിൽ എന്തൊക്കെയോ രഹസ്യങ്ങൾ ഉള്ളതുപോലെ. പപ്പയ്ക്ക് ബിസിനസ് ആണെന്നാണല്ലോ അവൾ പറഞ്ഞത്. പക്ഷെ ആ റൂമിൽ ബോക്സുകളിൽ വെച്ചിരിക്കുന്നതെല്ലാം മെഡിക്കൽ എക്യുപ്മെന്റ്സ് അല്ലേ? അവർക്ക് ഹോസ്പിറ്റൽസ് ഒന്നുമില്ല. പിന്നെന്തിനായിരിക്കും അതൊക്കെ? അലീനയോട് ചോദിക്കണമെന്ന് കരുതിയതാണ്. പക്ഷെ അവളപ്പോൾ വന്ന് ആ റൂം തുറന്നതിന് ദേഷ്യപ്പെടുകയല്ലേ ചെയ്തത്. അവിടെ നിൽക്കാൻ പിന്നെ തോന്നാത്തതുകൊണ്ടാണ് ഞാൻ വീട്ടിലേക്ക് പോന്നത്. റോസ്, അവൾ എന്നെ കാത്തു നിന്നിട്ടുണ്ടാകും. ഹരിയുടെ ഉള്ളിൽ എന്തോ ഒരു സ്പാർക്ക് വീണതുപോലെ തോന്നി. അവൻ അടുത്ത പേജ് മറിച്ചു. അവിടെ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെയുള്ള 3-4 പേജുകളിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഹരി പേജുകൾ വീണ്ടും മറിച്ചു. ഇന്നെന്റെ കൂട്ടുകാരോട് വെറുപ്പ് തോന്നിയ നിമിഷങ്ങളായിരുന്നു. മാധവും ദേവും തമ്മിൽ ഓർക്കുവാൻ പോലും ആകുന്നില്ല. അവർ തമ്മിൽ ഇഷ്ടമാണെന്ന് ഇതുവരെ തനിക്ക് തോന്നിയിട്ടില്ലല്ലോ. ഫ്രണ്ടായി കൂടെ കൂട്ടിയിരിക്കുന്നു എന്നല്ലാതെ അവരെന്നോടിപ്പോൾ ഒന്നും പറയാറില്ലല്ലോ. അലീന ഇന്നെന്തിനായിരുന്നു ആ കുട്ടിയുടെ ബ്ലഡ് എടുത്തത്? അവൾ പറഞ്ഞത് ബ്ലഡ് എന്തോ ചെക്ക് ചെയ്യാനെന്നാണ്. പക്ഷെ അവൾ പലപ്പോഴും ജൂനിയർ കുട്ടികളുമായി കൂട്ടാവുകയും അവരുടെയൊക്കെ ബ്ലഡ് എടുക്കുകയും ചെയ്തിട്ടുണ്ടല്ലോ. അന്നൊക്കെ പക്ഷെ എനിക്കൊന്നും തോന്നിയിട്ടില്ല. പിന്നെ എന്തുകൊണ്ടാണിപ്പോൾ ഇങ്ങനെ തോന്നുന്നത്? ഇവരെയൊക്കെ ചുറ്റിപ്പറ്റി എന്തൊക്കെയോ രഹസ്യങ്ങളുണ്ടെന്ന്, ഞാനറിയാതെ എന്തൊക്കെയോ നടക്കുന്നുണ്ടെന്ന്. ഹരി അടുത്ത പേജ് മറിച്ചു. ഇന്ന് കോളേജ് ഡേ ആയിരുന്നു. ഒരുപാട് ദിവസത്തെ പ്രയത്നമായിരുന്നു. എന്റെ പെണ്ണിന്റെ നൃത്തം, അവൾ എത്ര മനോഹരിയായിരുന്നു ഇന്ന്. എന്റെ ഹൃദയത്തിലാണ് അവൾ ചുവടുവെച്ചത്. എല്ലാവരുടെയും കണ്ണുകൾ അവളിലാണെന്ന് കണ്ടപ്പോൾ ദേഷ്യം വന്നതാണ്. അവളിലെ കലാകാരിയെ ഞാനാണ് പുറത്തു കൊണ്ടുവന്നത്. എന്റെ സ്വാർത്ഥതയിൽ പൊലിയാനുള്ളതല്ല അവളുടെ ഈ കലാവാസന. നാളെ അവൾക്കൊരു ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കണം. ഫൈസി അവളോട് മോശമായി പെരുമാറിയെന്ന് പറഞ്ഞു.
അവരോട് നാളെ തന്നെ പറയണം റോസിന്റെ കാര്യം. പിന്നെയുള്ള പേജുകളൊക്കെ ബ്ലാങ്ക് ആയിരുന്നു. പിന്നെന്ത് സംഭവിച്ചു കാണും? ആരാണ് ഈ റോസ്? കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ മതിയാകൂ. രാജേഷ്, വണ്ടി കോളേജിലേക്ക് വിടൂ. എന്താടാ? കാര്യമുണ്ട് രാജേഷ്, നീ വണ്ടി തിരിക്കൂ. രാജേഷ് വണ്ടി കോളേജ് റോഡിലേക്ക് തിരിച്ചു. ഹലോ, എക്സ്ക്യൂസ് മീ. സ്റ്റാഫ് റൂമിന്റെ മുന്നിൽ നിൽക്കുകയായിരുന്ന അയാൾ തിരിഞ്ഞു നോക്കി. യെസ്. മിസ് ദേവി ടീച്ചറെ ഒന്ന് കാണണമായിരുന്നു. ടീച്ചർ സ്റ്റാഫ് റൂമിലുണ്ട്, ഞാൻ വിളിക്കാം. ഓക്കെ. അയാൾ പോയി. കുറച്ചു കഴിഞ്ഞപ്പോൾ ദേവി ടീച്ചർ നടന്നവർക്കടുത്തേക്ക് വന്നു. ആ സർ, നിങ്ങളോ? എന്താണ് സർ? എന്തെങ്കിലും അറിയാനുണ്ടോ ഇനി? ഉണ്ട് ടീച്ചർ. നമുക്ക് കുറച്ചങ്ങോട്ട് മാറി നിൽക്കാം. ഓക്കെ. ഹരി മൊബൈൽ ഫോൺ എടുത്ത് ഗ്യാലറി ഓപ്പൺ ചെയ്തു. ദേവി ടീച്ചറിന് നേരെ നീട്ടി. ടീച്ചർ, നിങ്ങൾക്കറിയാമോ ഈ കുട്ടിയെ? ഓ അറിയാം, റോസ്മേരി. റോസ്മേരി ആദിത്യന്റെ ജൂനിയർ ആയിരുന്നു. പാട്ടിലും ഡാൻസിലുമൊക്കെ മിടുക്കി. അവളുടെ കഴിവുകളൊക്കെ മിനുക്കിയെടുത്തത് ആദിത്യനാണ്. ഈ കുട്ടി ഇപ്പോൾ എവിടെയുണ്ട്? സർ, റോസ്മേരിയും ആദിത്യനെ കാണാതായ ആ സമയത്തു തന്നെ കാണാതായിരുന്നു. റോസിനെ കാണാതായെന്നോ? ഹരി ചോദിച്ചു. അതെ സർ, റോസ്മേരി ഒരു ഓഫൻ കുട്ടിയാണ്. ഇവിടെ അടുത്തൊരു പള്ളിവക അനാഥാലയത്തിലെ അന്തേവാസിയായിരുന്നു. പോലീസിൽ കംപ്ലൈന്റ് കൊടുത്തില്ലേ? പോലീസ് കുറെ അന്വേഷിച്ചു. പിന്നെ അവൾ ആരുടെയൊപ്പമോ ഒളിച്ചോടിപ്പോയതാണെന്ന് വരുത്തി തീർത്ത് കേസ് ക്ലോസ് ചെയ്തു എന്നാണ് അറിവ്. ആരുമില്ലാത്ത കുട്ടിയല്ലേ സർ. അവൾക്കു വേണ്ടി മുന്നോട്ടു പോകാൻ ആരും ഉണ്ടായിരുന്നില്ല. അവൾക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും ആർക്കും അറിയില്ല. താങ്ക്സ് ടീച്ചർ, ഇത്രയും വിവരങ്ങൾ ഞങ്ങൾക്ക് തന്നതിന്. സർ, ആദിത്യന് എന്തു പറ്റിയെന്നറിയാനുള്ള ആകാംക്ഷ എനിക്കുമുണ്ട്. അതുപോലെ റോസ്മേരിക്കും. നിങ്ങൾ എത്രയും വേഗം അവരെ കണ്ടെത്താൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. അധികം താമസിക്കാതെ അതിനുള്ളിലെ ദുരൂഹത നീങ്ങും ടീച്ചർ. അപ്പോൾ ശരി ടീച്ചർ. ദേവി ടീച്ചറിനോട് യാത്ര പറഞ്ഞ് ഹരിയും രാജേഷും കാറിനു നേർക്കു നടന്നു. കാറിൽ കയറിയപ്പോൾ ഹരിയുടെ കയ്യിലെ ലോക്കറ്റ് ഒന്ന് വിറച്ചു. ഹരി അതിൽ നോക്കി ഒന്ന് ഗൂഢമായി പുഞ്ചിരിച്ചു. റോസ്മേരി, നിനക്ക് വെളിച്ചത്തു വരാൻ സമയമായി.